കേരളത്തിൽ ഇത് ഇലക്ഷൻ കാലം. അതുകൊണ്ട് ഇലക്ഷൻ വാർത്തകൾ മാത്രം ചർച്ച ചെയ്യപ്പെടും. എങ്കിലും നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹം വലുതായി ചർച്ച ചെയ്ത മുനമ്പം വിഷയം, ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്ന 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ട്, അതുപ്രകാരം വന്ന ഒരു ഉമീദ് പോർട്ടൽ, UMEED പോർട്ടൽ, അത് ജൂൺ 6, 2025 അങ്ങനെ ഒരു പോർട്ടൽ ആക്റ്റീവായി. അപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടികളും 6 മാസത്തിനുള്ളിൽ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം വന്നു. അപ്പോൾ അത് വളരെയേറെ അന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയമാണ്, പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതിനെ ആ വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാർ, ദറ്റ് മീൻസ് സുരേഷ് ഗോപി ഒഴികെയുള്ള MP-മാർ എല്ലാവരും ആ ആക്ടിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തതാണ്. ഇത്തരം കഥകളൊക്കെ നമുക്കറിയുന്നതാണ്. കാരണം 2003 പിന്നെ 2013 ശക്തി കൂട്ടിയും വന്ന UPA ഗവൺമെൻറ്റുകളുടെ, കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റുകൾ വഖഫ് എന്ന് പറയുന്ന വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ വസ്തുവകകളുടെ മേൽ നൽകുന്ന ഒരു രീതി ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് തങ്ങളുടേതാണ് ഇന്ന പ്രോപ്പർട്ടി എന്ന് വഖഫ് ബോർഡ് ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അവരുടേതല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരാണോ ആ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നത് അവർക്ക് വരുന്ന ഒരു സാഹചര്യം. അതാണ് ഇപ്പോൾ മുനമ്പത്ത് ഉണ്ടായ വിഷയം. മുനമ്പത്ത് അവിടെ ആളുകൾ താമസിക്കുന്നു, 400 ആളുകൾ താമസിക്കുന്ന പ്രോപ്പർട്ടി വഖഫ് ബോർഡ് എന്ന പേരിൽ ഒരു ബോഡി തട്ടിക്കൂട്ടി അവർ പിന്നെ ഗവൺമെൻറ്റിൽ ഒരു പരാതി കൊടുക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന LDF ഗവൺമെൻറ് ഇനി മുതൽ അവിടെയുള്ള ആളുകളുടെ നിന്ന് ടാക്സ് വാങ്ങിക്കേണ്ട, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ മേലെ പൊസഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല, വഖഫിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇവർ അനധികൃതമായി കയറി താമസിക്കുന്നതാണ് എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരിൽ നിന്ന് ടാക്സ് വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അന്ന് മുനമ്പത്തുണ്ടായത്. ഇത് 2013 വഖഫ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം UPA ഗവൺമെൻറ് വഖഫ് ബോർഡിന് നൽകിയ അനിയന്ത്രിതമായ അധികാരങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അന്ന് പിന്നീട് ആ കേസ് മുന്നോട്ട് പോവുകയും അത് കോടതി തന്നെ അത് വഖഫ് പ്രോപ്പർട്ടി അല്ല, വഖഫിന് അങ്ങനെ ഒരു ക്ലെയിമിനുള്ള സാധ്യത അവിടെയില്ല എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ കോടതി തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ടാക്സ് സ്വീകരിക്കുവാൻ വില്ലേജ് ഓഫീസർമാർക്ക് ഉത്തരവിടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് 8 കാലി മമ്മൂഞ്ഞിനെ പോലെ ചാടി വീണ് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായി ഇത് ഇങ്ങനെ തോന്നിയതുപോലെ ഇവർക്ക് വഴിയിൽ കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ നിങ്ങളുടേതായിട്ട് പ്രഖ്യാപിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025 ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UMEED എന്ന് പറയുന്ന ഒരു പോർട്ടൽ കൊണ്ടുവരികയും ആ പോർട്ടലിൽ എല്ലാ വഖഫ് പ്രോപ്പർട്ടികളും 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിയമം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഈ 2013 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു പോർട്ടൽ ഉണ്ടായിരുന്നു, അതിന് വാംസി പോർട്ടൽ, WAMSI പോർട്ടൽ എന്നാണ് ആ പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ നിങ്ങൾക്ക് കയറി സൗകര്യം പോലെ വഖഫ് പ്രോപ്പർട്ടികളെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണം വഖഫ് പ്രോപ്പർട്ടി ആഡ് ചെയ്യാം. ഇന്ന പഞ്ചായത്തിൽ ഇന്ന സർവേ നമ്പർ കിടക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ്, പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അത് നിങ്ങളുടേതെന്ന് പറയാം. അങ്ങനെ ഈ വാംസി പോർട്ടലിൽ വാസ്തവത്തിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്ന പ്രോപ്പർട്ടികളുടെ എണ്ണം 8.72 ലക്ഷമാണ്. ഈ 8.72 ലക്ഷത്തിൽ ഏകദേശം 38 ലക്ഷം ഏക്കർ ഭൂമി വരും, 38 ലക്ഷം ഏക്കർ. ഇത് പിന്നെ ദറ്റ് കവേഴ്സ് 30 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇന്ത്യയിലെ 30 സ്റ്റേറ്റുകൾ യൂണിയൻ ടെറിട്ടറീസോടെയും പരന്നു കിടക്കുന്ന ഏറ്റവും കണ്ണായ ഭൂമി, പട്ടണങ്ങളുടെ നടുക്ക് മാത്രമുള്ള ഏറ്റവും കണ്ണായ ഭൂമി 38 ലക്ഷം ഏക്കർ. അത് 8.72 ടൈറ്റിലുകളിലായിട്ട് കിടക്കുന്ന 38 ലക്ഷം ഏക്കർ പ്രോപ്പർട്ടി വഖഫ് ബോർഡിൻ്റെതായി ഈ വാംസി പോർട്ടലിൽ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ വാംസി പോർട്ടലിൽ വന്ന ഈ സാധനങ്ങൾ അതിന് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തോളൂ, ഇതാണ് നിങ്ങൾക്കുള്ള അവസരം എന്നാണ് ഇപ്പോഴത്തെ ഈ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പറഞ്ഞത്. വാസ്തവത്തിൽ ഈ 38 ലക്ഷം ഏക്കറിൽ 4 ലക്ഷം പ്രോപ്പർട്ടികൾ, 8.72 ലക്ഷം പ്രോപ്പർട്ടികളാണ്, അതിൽ 4 ലക്ഷം പ്രോപ്പർട്ടികൾ അത് ഏകദേശം 22 ലക്ഷം ഏക്കർ വരും. മൊത്തമുള്ളത് 38 ലക്ഷം ഏക്കറാണ്.
അതിനകത്ത് 22 ലക്ഷം ഏക്കറും വഖഫ് ബൈ യൂസർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഈ പുതിയ റൂൾ അനുസരിച്ച്, അതായത് വഖഫ് അമെൻമെന്റ് ആക്ട് 2025 പ്രകാരം വഖഫ് ബൈ യൂസർ എന്നുള്ളത് ഇൻവാലിഡ് ആണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതായത് വഖഫ് ബൈ യൂസർ, ഒരാളത് വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അത് വഖഫാവില്ല. ആ പ്രോപ്പർട്ടിക്ക് വഖഫാണ് എന്നതിനുള്ള ഡോക്യുമെന്റ്സ് വേണം. അതായത് ഇത് വഖഫായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞങ്ങളുടെ പള്ളി വെച്ചിരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങളുടേതാണ്, വഖഫിൻ്റെതാണ്, അള്ളാവിൻ്റെതാണ് എന്ന് പറയാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ അങ്ങനെ വഖഫ് ബൈ യൂസർ എന്ന പേരിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾക്ക് അടിസ്ഥാന ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും ഈ നിയമത്തിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ദാറ്റ് ഈസ് പ്രോപ്പർട്ടികളുടെ എണ്ണം 4 ലക്ഷം, അത് 22 ലക്ഷം ഏക്കർ വരുന്നത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പക്ഷേ ഈ ഉമീദ് പോർട്ടൽ തുടങ്ങിയതിന് ശേഷം അതിനകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1.5 ലക്ഷം പ്രോപ്പർട്ടികൾ മാത്രമാണ്. 1.5 ലക്ഷം പ്രോപ്പർട്ടികൾ മാത്രമേ അതിനകത്ത് നിയമപരമായിട്ട് ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മൊത്തം പ്രോപ്പർട്ടികളുടെ എണ്ണം 8.72 ആണ്. പക്ഷേ അതിൽ 1.5 ലക്ഷം പ്രോപ്പർട്ടികൾ മാത്രമാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഈ ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന സാധനത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചില ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് സാധാരണ നമ്മൾ ഏത് ഒരു പ്രോപ്പർട്ടിയും ഗവൺമെന്റ് ഇതിൽ രജിസ്റ്റർ ചെയ്യും വേണ്ട പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് വേണ്ടത് ഐഡന്റിറ്റി ആൻഡ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഓഫ് മുത്തവല്ലി. അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്ന അയാൾ കൈകാര്യം ചെയ്യുന്ന ആളിന്റെ പേരാണ് മുത്തവല്ലി എന്ന് പറയുന്നത്. അയാൾക്ക് ഒരു പ്രോപ്പർ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അയാൾക്ക് ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID വേണം, അയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. 2 കോപ്പീസ് ഓഫ് എനി വഖഫ് ഡീഡ് ഡിക്ലറേഷൻ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്. ഇത് വഖഫാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു ഡീഡ് എന്ന് പറഞ്ഞ ആധാരം ആവശ്യമുണ്ട്. ഇത് വഖഫാണെന്ന് തെളിയിക്കുന്ന ഒരു ആധാരം ആവശ്യമുണ്ട്. അതിന് വഖഫ് ഡീഡ് ആവാം, ഡിക്ലറേഷൻ ആവാം, രജിസ്ട്രേഷൻ ആവാം, ആരാണ് ഇത് കൊടുത്തത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു രേഖ വേണം. പിന്നെ ലാൻഡ് റവന്യൂ, അതായത് ടാക്സ് അടച്ച റെസീറ്റ് വേണം. പട്ടയം ഉണ്ടെങ്കിൽ അത് പട്ടയം വേണം, അത് സർവേ സ്കെച്ച് വേണം. ദെൻ മറ്റ് ലാൻഡ് റവന്യൂ റെക്കോർഡ്സ് ആവശ്യമുണ്ട്. പിന്നെ ഇതിന് സർവേ മാപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആവശ്യമുണ്ട്. ദെൻ ഫോട്ടോസ് ഓഫ് ദ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ബൗണ്ടറി ആൻഡ് ലാൻഡ് മാർക്സ്. ഈ കൃത്യമായ അതിർത്തികൾ കാണിച്ചുകൊണ്ടുള്ള പ്രോപ്പർട്ടിയുടെ ഫോട്ടോ എടുത്തത് ആവശ്യമുണ്ട്. ഇനി ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീസിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എഗ്രിമെന്റ് എന്താണ് എന്നുള്ളത് കാണിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ലീസിന് കൊടുത്തിരിക്കുന്നത്. ദെൻ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇൻകം ഉണ്ടാക്കുന്നതാണ്, ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന സ്ഥലമാണ്, ബിസിനസ് കോംപ്ലക്സ് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ഇൻകം കിട്ടുന്നുണ്ട്, അവിടെ എന്ത് ചെലവ് വരുന്നുണ്ട്, അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഇനി ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഏതെങ്കിലും സംഗതി എൻക്രോച്ച് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ എൻക്രോച്ച് ചെയ്യപ്പെട്ടു പോയതിനെ സംബന്ധിച്ചുള്ള രേഖകളും ആവശ്യമുണ്ട്. അപ്പം അതായത് നമ്മൾ ആരെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് എൻ്റേതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ കൊടുക്കേണ്ട എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയതാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടി. 8.72 ലക്ഷം പ്രോപ്പർട്ടികൾ തങ്ങളുടേതാണ് എന്ന് നേരത്തെ ക്ലെയിം ചെയ്തിരുന്നിടത്ത് ഇപ്പം 1.5 ലക്ഷം പ്രോപ്പർട്ടികൾ മാത്രമേ ഇതിനകത്ത് കയറ്റാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വന്നപ്പം ഇവര് മുതവല്ലിമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് സമയം കിട്ടിയിട്ടില്ല, പിന്നെ പോർട്ടലിൽ തകരാറുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനോട് ഇതിന്റെ സമയം നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 6, 2025 അത് ഡിസംബർ 6, 2025 അതിന്റെ സമയം കഴിഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് നീട്ടി കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് പാർലമെന്റിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിനെ മാറ്റാൻ വേണ്ടി മന്ത്രിക്കാവില്ല, കാരണം പാർലമെന്റിൽ വോട്ടിനിട്ടെടുത്ത് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം മാറ്റാൻ മന്ത്രിക്കോ ആർക്ക് പോലും സാധിക്കില്ല. അപ്പോൾ ഒരു സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി നടക്കില്ല, ഇത് പാർലമെന്റ് നിയമമാണ്, ഈ പറഞ്ഞ 6-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റിക്കും. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ പോർട്ടലിന്റെ അല്ലെങ്കിൽ ഈ സൈറ്റിന്റെ തകരാറ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയതെങ്കിൽ അതിന് നിങ്ങൾക്കൊരു റിഡംഷൻ തരാം. അതായത് നിങ്ങളിത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് രേഖ കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് ഈ പോർട്ടൽ ഡെഡായി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ഡോക്യുമെന്റ് കയറിയിട്ട് സൈസ് ചെറുതാണ്, അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഈ പോർട്ടൽ കമ്പ്യൂട്ടറിൽ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ യു ടേക്ക് എ സ്നാപ്പ് ഓഫ് ഇറ്റ്, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അതിൻ്റെ ഫോട്ടോ എടുത്ത ആ ഫോട്ടോയോടുകൂടി നിങ്ങൾ പോയിട്ട് വഖഫ് ബോർഡിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക, ഞങ്ങൾക്കിത് ഈ സൈറ്റിൻ്റെ തകരാറ് കൊണ്ടാണ് ഞങ്ങൾക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഖഫ് ബോർഡിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വരെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം അനദർ 6 മാസം. പക്ഷേ ഈ 6 മാസം വരെ എക്സ്റ്റൻഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പ്രോസസ്സുകൾ തുടങ്ങി വെച്ചിരിക്കണം. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം
ഇത്തരം ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് 5,17,040 പ്രോപ്പർട്ടികൾക്കാണ്. ഇപ്പോൾ മൊത്തം പ്രോപ്പർട്ടികൾ 8.25 ലക്ഷം. അതിൽ 5,17,040 പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതിൽ ആണ് ഈ അപ്രൂവ് ചെയ്യപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ 1.5 ലക്ഷം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗത്തിനും ഇവർക്ക് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് സാധിച്ചിട്ടില്ല. ഇവർ ജസ്റ്റ് ഒരു ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിന് ലിസ്റ്റിൽ പെടുന്ന ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ശ്രമിച്ചതിൽ തന്നെ 10,869 ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഈ മുതവല്ലി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് പോലും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് UP യിൽ നിന്നാണ്. അത് 86,365 പ്രോപ്പർട്ടികൾ. മഹാരാഷ്ട്രയിൽ നിന്ന് 62,939 പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 58,328 പ്രോപ്പർട്ടികളും, വെസ്റ്റ് ബംഗാളിലാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യപ്പെട്ടത്. പക്ഷേ അവിടെ നിന്ന് 23,086 പ്രോപ്പർട്ടികളും, ആസാമിൽ നിന്ന് 681 പ്രോപ്പർട്ടികളും ഒക്കെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഈ പറഞ്ഞ ഒരു റേഷ്യോയിൽ ഏകദേശം ഒരു 30% മാത്രമാണ് അതിനകത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. ചെയ്തത് തന്നെ 50% താഴെയാണ്. അതിൽ തന്നെ ഒരു 30% മാത്രമേ പ്രോപ്പറായിട്ടുള്ള രേഖകളോടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി മിസോറാം, അരുണാചൽ പ്രദേശ്, സിക്കിം, നാഗാലാൻഡിൽ നിന്നും ഒരു ശ്രമം പോലും നടന്നിട്ടില്ല. അവിടെയൊന്നും വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യപ്പെട്ടിരുന്നു. ഒന്നുപോലും രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം പോലും നടന്നിട്ടില്ല. ഇനി കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ 50,000-ലധികം വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ 17,000 എണ്ണമാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഡെഫിനറ്റ് പേഴ്സൻറ്റ് മാത്രമാണ് ഫൈനലൈസ് ചെയ്യപ്പെട്ടുള്ളത്. ബാക്കിയുള്ളത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഈ വഖഫ് പ്രോപ്പർട്ടികൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഈ വഴിയെ പോകുന്നതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ നിയമപരമായ സാധുത എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാതൊരു ഡോക്യുമെന്റും ഇല്ലാതെ ഇത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ആരാന്റെ പ്രോപ്പർട്ടി കൈയടക്കാനുള്ള വലിയ ഒരു ശ്രമമായിരുന്നു നടന്നതെന്നും ആ വലിയ ശ്രമത്തെ നിയമപരമായി സാധൂകരിക്കാനുള്ള ഒരു വലിയ വഴി ഇട്ട് കൊടുക്കുകയാണ് 2013 ആക്ട് വഴി UPA ഗവൺമെന്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് അപ്പോൾ വഖഫ് ബൈ യൂസർ എന്നുള്ളത് നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയില്ല. 2, രജിസ്ട്രേഷൻ എന്നുള്ളത് അങ്ങേയറ്റം നിർബന്ധമാണ്. വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ സാധാരണ ഏതൊരു പ്രോപ്പർട്ടി പോലെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. 3, അതിന് മേലെ ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടാകും. വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പൊതുസ്വത്താണ്. അപ്പം അത് മുസ്ലിങ്ങളുടെ പൊതുസ്വത്താണ്. അപ്പം മുസ്ലിം പൊതുസ്വത്തിന്റെ മേലെ ഗവൺമെന്റിന് ശക്തമായ നിയന്ത്രണം ഉണ്ടാവും. 4, നോൺ മുസ്ലിംസ് ഇൻ ദ വഖഫ് ബോർഡ് എന്നുള്ളത് അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയുടെ ലെജിറ്റിമസിയെ കുറിച്ചാണ്. നിയമപരമായി ആ പ്രോപ്പർട്ടി എത്രത്തോളം അവരുടേതാണ് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ സംവിധാനം ചെയ്തു കൊടുത്തതനുസരിച്ച് അല്ലെങ്കിൽ അവസരം ചെയ്തു കൊടുത്തതനുസരിച്ച് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിലെ പ്രമുഖമായ പട്ടണങ്ങളിൽ 38 ലക്ഷം ഏക്കർ ഭൂമി വിഴുങ്ങാൻ ശ്രമിച്ച കഥയാണ് വാസ്തവത്തിൽ 2013 വഖഫ് അമെൻമെന്റ് ആക്ട് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ WAMSI എന്ന് പറയുന്ന പോർട്ടലിൽ പോലും രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടികളെയാണ് അബോളിഷൻ ഓഫ് വഖഫ് ബൈ യൂസർ എന്നുള്ള ആ ടേം വഴി ഗവൺമെന്റ് നിരോധിച്ചത്. അതായത് ഈ അമെൻമെന്റ് ആക്ട് എന്ന് നിലവിൽ വന്നു, അതിന് ശേഷം വഖഫ് ബൈ യൂസർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതിന് മുമ്പ് നിങ്ങളുടെ വഖഫ് ബൈ യൂസർ എന്നൊരു പേരിലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന് എന്താണ് നിയമപരമായിട്ട് നിങ്ങളുടെ ഉള്ളത് എന്ന് നിങ്ങൾ കാണിച്ചു തരണം. വഖഫ് ബൈ യൂസർ ആണെങ്കിൽ എന്ത് നിയമബലത്തിലാണ് വഖഫ് ബൈ യൂസർ എന്ന് നിങ്ങൾ പറയുന്നതെന്ന് ഗവൺമെന്റ് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൊത്തം 38 ലക്ഷം ഏക്കറിൽ 22 ലക്ഷം ഏക്കർ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് 1 ഇഞ്ച് പോലും വഖഫ് ബോർഡിന് കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇൻ ഇഫക്റ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 38 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 22 ലക്ഷം ഏക്കർ വഖഫ് ബോർഡിന് ക്ലീൻ ആയിട്ട് നഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളത് എന്നാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്രത്തോളം ഇത് ലാൻഡ് ഗ്രാബിംഗ്, ഭൂമി പിടിച്ചു പറിക്കുക. ഇപ്പൊ മുനമ്പത്ത് നടന്നതുപോലെ അവിടെ താമസിക്കുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന ഒരു ദിവസമായി ഞങ്ങളുടേതാണെന്ന് പറയുന്നു, എന്നാൽ ഇത് പിടിച്ചു പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ആ ഒത്താശ ചെയ്ത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുമുണ്ട്. ഇപ്പം ഈ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ വാസ്തവത്തിൽ നമ്മളുടെ പേപ്പറുകളിൽ നല്ല ഡിസ്കഷനായിട്ട് വരേണ്ടതായിരുന്നു. കാരണം ഈ മുനമ്പം വിഷയം എന്നുള്ളത് കേരളത്തിൽ വളരെയേറെ കത്തി നിന്നൊരു വിഷയമാണ്. പക്ഷെ നമ്മളുടെ മാധ്യമങ്ങളൊക്കെ ഇത് ഇഗ്നോർ ചെയ്തു എന്നുള്ളതും നമ്മളുടെ മാധ്യമങ്ങളെ എത്രത്തോളം വിശ്വസിക്കാനാവും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്.